ഹായ് ഗൈസ്, അപ്പോൾ നമുക്കൊരു പൊതിച്ചോറ് അൺബോക്സ് ചെയ്താലോ? വേറൊന്നുമല്ല, അങ്ങനെ ഇരുന്നപ്പം പൊതിച്ചോറ് കഴിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ വേറെ ഒന്നും ആലോചിച്ചില്ല, നേരെ നെസ്റ്റോയിൽ പോയി പൊതിച്ചോറ് മേടിച്ചു. പൊതിച്ചോറെന്നും പറഞ്ഞ് വലിയ ഹൈപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രവാസികൾക്ക് ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. പ്രത്യേകിച്ച് എനിക്ക്, മറ്റുള്ളവരുടെ കാര്യം വലുതായിട്ട് അറിയത്തില്ല, എന്നാലും പ്രത്യേകിച്ച് എനിക്ക് നമ്മുടെ നാടൻ ഫുഡുകളോടൊക്കെ ഭയങ്കര, എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അതിൻ്റെയൊക്കെ വില കൂടുതൽ മനസ്സിലാകുന്നത്. ഇവിടെ കിട്ടും, കിട്ടത്തില്ലാത്തതല്ല. അപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന കാരണം എല്ലാ ദിവസവും വെച്ചുണ്ടാക്കി കഴിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡെയിലി മിക്കപ്പോഴും ഷവർമയും പിസ്സയും അതുപോലത്തെ സാധനം, പിന്നെ വൈറ്റ് റൈസ് അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത്. പക്ഷേ അവധി ദിവസം നമ്മൾ പൊളിക്കും കേട്ടോ. അവധി ദിവസം നല്ല ഇഷ്ടമുള്ള ആഗ്രഹമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം ഡ്യൂട്ടി ഉള്ള ദിവസം കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ വേറെ ഒന്നും നോക്കത്തില്ല, നെസ്റ്റോയിലോട്ടേ പോകത്തുള്ളൂ. അവിടെ ആകുമ്പോൾ നെസ്റ്റോ അല്ലെങ്കിൽ ലുലു, ഇവിടെ രണ്ടിടത്തും കിട്ടും നമ്മുടെ കേരള ഫുഡ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ പൊതിച്ചോറ് ഇവിടെ അൺബോക്സ് ചെയ്യുവാണ്. ഒരു കയ്യിൽ ക്യാമറയാണ്, അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് തുറക്കുന്നത്. ആഹാ, അടിപൊളി, ഒന്നും പറയാനില്ല, കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അതിൽ കറി എന്ന് പറയാനൊരു ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ഒരു ചെറിയ പീസ, പിന്നെ ഒരു തോരൻ ഉണ്ടായിരുന്നു, പപ്പടം അതിൻ്റെ അകത്തിരുന്നൊരു പരുവമായി, എന്നാലും വേണ്ടിയില്ല, അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ എന്താ ഉള്ളത്, ഒരു മുട്ട ഉണ്ടായിരുന്നു പൊരിച്ചത്. പിന്നെ ഞങ്ങളൊരു നെയ്മീൻ കറി എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു, നെയ്മീൻ ഫിഷ് കറി ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പാൽക്കപ്പ. അവിടെ കണ്ട്, ഇതിൻ്റെ കൂടെ കിട്ടിയതൊന്നുമല്ല കേട്ടോ, ഇത് എക്സ്ട്രാ മേടിച്ചതാണ്. പാൽക്കപ്പ അവിടെ ഇരിക്കും, പൊതിച്ചോറ് മേടിക്കാൻ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിട്ടുവോ, അങ്ങനെ അതും മേടിച്ചു. അപ്പം പിന്നെന്താണ്, ഇത് തട്ടിയേക്കാം അല്ലേ? ഒന്നും പറയാനില്ല, ഞാൻ കഴിക്കട്ടെ. ബാക്കി കഴിച്ചിട്ട് കൺട്രോൾ പോയി ഗൈസ്. ഫുഡ് പൊതിച്ചോറ് കണ്ടിട്ട് എൻ്റെ മൊത്തം കൺട്രോളും പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, പൊതിച്ചോറ് മേടിക്കാൻ പോയപ്പോൾ കണ്ട ഒരു ഐറ്റമാണ് പാൽക്കപ്പ. കണ്ടപ്പോൾ എൻ്റെ സാറേ, പിന്നെ ചുറ്റിനും ഉള്ളതൊന്നും കാണാൻ പറ്റിയില്ല. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ അങ്ങനെ വെച്ചപ്പോഴത്തേക്കും ഇവരെല്ലാം ചിരിക്കുന്നു. നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. പാൽക്കപ്പ അടിപൊളി. നമ്മൾ പ്രവാസികളാണെങ്കിലും നമുക്ക് പൊതിച്ചോറും പാൽക്കപ്പയൊക്കെ കിട്ടും കേട്ടോ.